ഹായ് ഗൈസ്, വെൽക്കം ടു അബി ബ്ലോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ 10ാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു 1 2 3 4 5 5 വ്ളോഗ് വീഡിയോയും 3 പോഡ്കാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ 3ാമത്തെ വീഡിയോ അപ്ലോഡ് ആയിട്ടില്ല. അത് ഓൾറെഡി ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ 5 ദിവസം ഇടവിട്ടാണ് വീഡിയോസ് ഇടുന്നത്. മെയിൻ വീഡിയോസ്, അതിൻ്റെ ഇടയിൽ ഷോർട്ട് വീഡിയോസ് ഉണ്ട്. 5 ദിവസം ഇടവിട്ട് മെയിൻ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഇട്ടപ്പോൾ കഴിഞ്ഞ പോഡ്കാസ്റ്റ് വീഡിയോ ഇട്ടത് അത് സെക്കൻഡ് പാർട്ട് ഇട്ടത് ജാനുവരി 5th അടുത്ത പോഡ്കാസ്റ്റ് വീഡിയോ ജാനുവരി 10th അല്ലേ? യെസ്, ഓഫ് കോഴ്സ് ജാനുവരി 10th അത് കഴിഞ്ഞിട്ട് ജാനുവരി 15th. അങ്ങനെ ഞാൻ ഓൾറെഡി 2-3 വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ മൊത്തം മെയിൻ വീഡിയോസിന്റെ എണ്ണമാണ് ഞാൻ പറയണത്. 7 വീഡിയോസേ ഞാൻ ഇട്ടിട്ടുള്ളൂ. വേണ്ട, അടുത്ത വരരുത്. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതിന് മീൻസ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, പിന്നെ ഉള്ളത് ഈ വീഡിയോ കണ്ടിരിക്കുന്നവർക്കും താങ്ക്സ്. ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. കാരണം ഈ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടിരിക്കുന്നവരൊന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോയുടെ മെയിൻ എലമെന്റിലോട്ട് പോകും. അതായത് ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ആ കമന്റ് ഒക്കെയാണ് ഞാൻ ഇന്ന് വായിക്കാൻ പോകുന്നത്. അതായത് ഞാൻ ഓൾറെഡി കമന്റ് എല്ലാം വായിച്ച് കുറച്ച് സമയത്തിന്റെ റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ബാക്കി കമന്റ് വായിക്കാം. ഞാൻ ഇവിടെ ഈ സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഇട്ടിരിക്കാം ഞാൻ വായിക്കണ കമന്റ്സ് ഒക്കെ. നമ്മളെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് അക്വേറിയം സെറ്റ് ചെയ്യുന്നതായിരുന്നു. ആ വീഡിയോക്ക് ഓൾറെഡി 3 കമന്റ് ഉണ്ട്. ആ 3 കമന്റും നോക്കാം. ഓക്കെ, ഫസ്റ്റ് കമന്റ് ആക്ച്വലി ഇതാരെന്നൊന്നും എനിക്കറിയത്തില്ല, ചിലതൊക്കെ എനിക്കറിയാം, 2 പേരൊക്കെ എനിക്കറിയാം. അപ്പോൾ ഈ സൈഡിലെല്ലാം ഇട്ടിരിക്കാം ഞാൻ കമന്റ്. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അക്വേറിയം സെറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ ഏതെങ്കിലും മീൻ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തിരിക്കാൻ പറഞ്ഞിരുന്നു. അതിൽ ഒരു പുള്ളിക്കാരൻ കമന്റ് ചെയ്ത സിൽവറോഡ് HB റെഡ് ഓർ HB ബ്ലൂ ഓവർ ടെയിൽ പ്ലീസ്. ആക്ച്വലി അത് ആ മീൻ ഞാൻ നോക്കിയായിരുന്നു. യദുനാഥ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ, എനിക്കിത് ആരെന്നൊന്നും അറിയത്തില്ല, കമന്റ് ചെയ്തത്. ബ്രോ, ഞാൻ നോക്കിയായിരുന്നു. ബ്രോ ഈ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല, ബട്ട് ഞാൻ മീൻ നോക്കിയായിരുന്നു, ബട്ട് അത് കിട്ടിയില്ല. പിന്നെ അതായത് ഇവിടെ അടുത്തൂടെ അക്വറിയത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ വേറെ 2-3 ചോദിച്ചു നോക്കിയിടത്തൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അത് വാങ്ങിക്കാത്ത. നമുക്ക് നോക്കാം, വേറെ എങ്ങോട്ടെങ്കിലൊക്കെ ഞാൻ പോകുമ്പോൾ കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിക്കാം. പിന്നെ അതിൽ തന്നെ 2ാമത്തെ കമന്റ് സൂപ്പർ എന്ന് പറഞ്ഞൊരു കമന്റ് ആയിരുന്നു. ഓക്കെ, താങ്ക്സ് ബ്രോ. പിന്നെ ഉള്ളത് എൻ്റെ ചാറ്റിന്റെ കമന്റ്. അത് ഞങ്ങള് എല്ലാം വാരി പുറത്തിട്ടിട്ടുണ്ട്, ഇനി അവിടെ നിന്ന് വാരി അയക്കണം. ഓക്കെ, എൻ്റെ ചാനലിന്റെ കമന്റ് തന്നെ. അത് ഞാൻ അവിടെ ആ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഇല്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കുക. ഞാൻ എല്ലാം വാരി വെളിയിടുന്ന സാധനമുണ്ട്, എന്നിട്ട് ഞാൻ അത് വൃത്തിയാക്കിയില്ല. അത് വൃത്തിയാക്കാൻ പറഞ്ഞ് യൂട്യൂബിൽ ഒന്ന് കമന്റ് ചെയ്തിരിക്കുക. ബട്ട് ഓക്കെ ബ്രോ, ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അങ്ങനെ അടുത്ത സെക്കൻഡ് വീഡിയോയില് ഒന്നുമില്ല. സെക്കൻഡ് വീഡിയോ ഉണ്ട്. സെക്കൻഡ് വീഡിയോയിൽ ഒരു കമന്റ് ഉണ്ട്. സെക്കൻഡ് വീഡിയോയില് നമ്മള് ദ ഹൈസ്റ്റ്. ഓക്കെ, അതില് വേറെ ഒന്നുമില്ല, 2 മിന്നലിന്റെ ഇവിടെ അത് മാത്രം, ആ ഒരു കമന്റ് മാത്രം തന്നെ ഉണ്ടായിരുന്നു. ത്രോൺ പബ്ജി. നോക്കാം. അടുത്ത തേർഡ് വീഡിയോ പുഷ്പ റിവ്യൂ. അതിൽ കമന്റ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ അതിന്റെ റീൽസിന്റെ അടിയിൽ ഒരുത്തം വന്ന് എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ കൂട്ടുകാരൻ തന്നെ. ഓക്കെ, അടുത്ത വീഡിയോ അത് കഴിഞ്ഞിട്ട് അതിന്റെ മേളത്തെ വീഡിയോ ഡൈകാസ്റ്റ് തപ്പിപ്പോന്നെ പിള്ള മനസ്സിൽ കള്ളമില്ല. ആ വീഡിയോ
ആ വീഡിയോയ്ക്ക് നോ കമൻസ്. അതിൻ്റെ അടുത്ത വീഡിയോ 3 Idiots. അതിൽ ഒരു കമന്റ് കിടപ്പുണ്ട്. അതെന്താ ചിരിക്കണ ഇമോജിയൊക്കെ ഇട്ടിരിക്കണ എന്റെ അനിയൻ തന്നെ. അടുത്ത വീഡിയോയിലോട്ട് പോവാം. വേറെ കമന്റ്സ് ഒന്നും കാണുന്നില്ല എൻ്റെ അകത്ത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആണ് നമ്മളെ പോഡ്കാസ്റ്റിന്റെ ഫസ്റ്റ് വീഡിയോ. ആക്ച്വലി അതിന് 100+ വ്യൂസ് കയറി. താങ്ക് യു ഗൈസ്, നിങ്ങളത് കണ്ടതിന് താങ്ക്സ്. കാരണം അതിൽ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഞങ്ങൾക്ക് എന്താ സംസാരിക്കണമെന്നൊന്നും അറിയത്തില്ല. കാരണം ഞങ്ങൾ അങ്ങനെ പോഡ്കാസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ബട്ട് അത് കണ്ടിരുന്നവർക്കും ലൈക്ക് ചെയ്തവർക്കും കമന്റ് ഇട്ടവർക്കും ഒക്കെ താങ്ക്സ്. ഞാൻ അതിലെ കമന്റ്സ് നോക്കാം. അതിൽ 3 കമന്റ്സ് എന്തോ ഉണ്ട്. കമോൺ, ഫസ്റ്റ് കമന്റ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ഇടുന്നത് 2025 January 1 ഞാൻ ഫസ്റ്റ് പോഡ്കാസ്റ്റ് ഇടുന്നത്. അന്ന് ഒരാൾ വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കമന്റ് എൻ്റെതായിരിക്കട്ടെ, ഗുഡ് ലക്ക്, അടുത്ത വർഷം ഈ സമയം കാണാം. ഓക്കെ, അടുത്ത വർഷം ഈ സമയം എന്ന് പറയുന്നത് January 1, 2026 ആണ്. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ മാക്സിമം ശ്രമിക്കും. കാരണം എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ മാക്സിമം ശ്രമിക്കും. എന്തൊരു വന്നാലും ഞാൻ ഈ ചാനൽ നിർത്താതിരിക്കാൻ ശ്രമിക്കാം. കാരണം എനിക്കതൊരു വാശിയാണ് ഇപ്പോൾ. ഓക്കെ ബ്രോ, ഇത് പേര് എനിക്ക് എന്താ വായിച്ചിട്ട്, ഷൈൻ രാജ്. ഓക്കെ ബ്രോ, നമുക്ക് 2026 January 1 കാണാം. ഉറപ്പായിട്ടും കാണാം ബ്രോ. ഇത് കാണുന്നുണ്ടെങ്കിൽ, ഇത് ഓർത്തിരിക്കുകയാണെങ്കിൽ അന്ന് എനിക്കൊന്ന് മെസ്സേജ് ഇട്ടിരുന്ന, അതായത് ഈ സ്ക്രീൻഷോട്ടും വെച്ച് എനിക്കൊന്ന് മെസ്സേജ് ഇട്ടിരുന്ന ഉറപ്പായിട്ടും കാണാം. സെക്കൻഡ് കമന്റ്, അഖിൽ കണ്ണൻ. ഒരു ലവിന്റെ സിമ്പലും ചിരിക്കണ ഒരു എമോജി. നെക്സ്റ്റ് മൂന്നാമത്തെ കമന്റ്, അശ്വിൻ സീൻ തന്നെ. എന്നെക്കാട്ടി ഫാൻസി പോവാനാ, എന്തോന്ന് അറിയത്തില്ല. ഞാൻ കഷ്ടപ്പെട്ട് വായിട്ട് അലക്കും, പക്ഷെ ഫാൻസ് മൊത്തവന്. എനിക്ക് എന്തോന്ന് അറിയത്തില്ല ഗൈസ്. എനിക്ക് വിഷമൊന്നുമില്ല. അത് പോട്ടെ. നെക്സ്റ്റ് വീഡിയോ ഇപ്പം പോഡ്കാസ്റ്റിന്റെ സെക്കൻഡ് വീഡിയോയില് ഓക്കെ, DFX ബാസ് ഓഡിയോസ്. ബ്രോ ഇത് കാണുന്നുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ബട്ട് ബ്രോയുടെ അതൊരു യൂട്യൂബ് ചാനലാണ്. ഞാൻ അതിൻ്റെ അകത്തിരുന്ന വീഡിയോസ് ഒക്കെ കണ്ടു നോക്കി. ഇത് മ്യൂസിക് മിക്സ് ആണ്. ബ്രോ നല്ല രീതിയിൽ മ്യൂസിക് മിക്സ് ചെയ്യുന്നുണ്ട്. കിട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ബെസ്റ്റ് ഓഫ് ലക്ക് ബ്രോ. ഇനി നന്നായിട്ട് ചെയ്യണേ. അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ അകത്ത് കിടന്ന റീമിക്സ് ഒക്കെ പൊളിയായിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് കമന്റ് ആണ് കൈൻ 40 FPS. എനിക്കറിയാവനെ, എൻ്റെ കൂടെ ഉള്ളടുത്ത് തന്നെയാണ്. ഓക്കെ, അവയിട്ടിരിക്കുന്ന കമന്റ് ആണ്. അതെ, ഇവിടെ കേട്ടോ, ഡു എ ചലഞ്ച് ബ്രോ. ഓക്കെ, ഡു എ ചലഞ്ച് ബ്രോ. അപ്പം ബ്രോ, ഞാൻ ആക്ച്വലി കൈൻ്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഫസ്റ്റ് ഞാൻ ഇതിനെ കുറിച്ച് പറയാം, ചലഞ്ചിനെ കുറിച്ച് പറയാം. ആക്ച്വലി ചലഞ്ച് എൻ്റെ മൈൻഡിലുണ്ട്. അതായത് ബട്ട് ആ ചലഞ്ച് ലൈവിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്ക്. കാരണം എനിക്ക് ബുക്ക് റീഡിങ് ഹാബിറ്റ് നല്ല കുറവാണ്. പക്ഷെ അത് എനിക്ക് ബിൽഡ് ചെയ്തെടുക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ അത് ലൈവില് ഒരു ദിവസം ഒരു 1 hour ഒരു 1 hourന്റെ അകത്ത് ബുക്ക് വായിക്കാം. അങ്ങനെ ഒരു ചലഞ്ച് നടത്തിയാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. ബട്ട് അത് ചെയ്യണമെങ്കിൽ, ലൈവ് ഇടണമെങ്കിൽ 50 സബ്സ്ക്രൈബേഴ്സ് കഴിയണം. എന്നാലും എനിക്ക്, അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് 50 സബ്സ്ക്രൈബേഴ്സ് ആക്കിയാൽ ഞാൻ ചലഞ്ച് ചെയ്യാം. വേറെ എന്തെങ്കിലും ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തിരുന്നാൽ മതി, ഉറപ്പായിട്ടും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ. ഓക്കെ ഗൈസ്, ഓക്കെ, ഇത്രയും വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇത്രയും വീഡിയോയ്ക്ക് ചേർത്ത് മൊത്തം 10 കമന്റ്സ് ആണ് വന്നിട്ടുള്ളത്.
ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഓക്കെ 10 കാണിച്ചാണ്. അപ്പൊ ഈ വീഡിയോ ഞാൻ ഇപ്പൊ നോക്കിയപ്പം 10 മിനിറ്റ് ആയിട്ടുള്ളൂ. 10 മിനിറ്റ് ഇതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്യാനൊന്നും കാണത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞാൻ ചാനലില് ഞാൻ ഇങ്ങനെ രാവിലെ ചുമ്മാ എടുത്ത് ഇത് ചാനലിന്റെ അനലിസ്റ്റിക്സ് നോക്കും. അങ്ങനെ അനലിസ്റ്റിക്സ് നോക്കുമ്പം ഇന്ന് നോക്കിയപ്പോഴാണ് ഒരു സാധനം കണ്ടത്. അതിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞ ഞാൻ ഇന്ന്, അതായത് അതിൻ്റെ അകത്ത് നമുക്ക് സിറ്റീസ് ചൂസ് ചെയ്യാൻ പറ്റും. സിറ്റീസ് ചൂസ് ചെയ്തിട്ട് ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഓക്കെ ഒരു കാര്യം കണ്ടത്. ആക്ച്വലി എനിക്ക് മൊത്തം, അതായത് ഞാൻ ഇത്രയും നാൾ ഇട്ടിട്ടുള്ള വീഡിയോസിൽ എല്ലാം കൂടെ ചേർത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള വ്യൂസ് 2880 വ്യൂസ്. ഇതാണ് എൻ്റെ ടോട്ടൽ വ്യൂ കൗണ്ട്. അതായത് ഈ ചാനലിന്റെ ഇന്ന് January 7, 2025 January 7 എൻ്റെ ചാനലിലെ ടോട്ടൽ വ്യൂ കൗണ്ട് 2880 ആണ്. ഓക്കെ, ഈ ഇത്രയും പേർക്ക് താങ്ക് യു. ഇനി നിങ്ങളിത് പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തത് ഇത് ഏതൊക്കെ സിറ്റീസിലുള്ളവരാണ് കണ്ടെന്നുള്ളത് നമുക്ക് അതിൽ കാണാൻ പറ്റും. അതിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് നോക്കി വന്നപ്പോഴാണ് ഒരു കാര്യം കണ്ടത്. അതായത് നമുക്ക് ഏകദേശം ഒരു 50-something പ്രവാസികളുണ്ട് വ്യൂവേഴ്സ്. ഓക്കെ, അതായത് ദുബായ്, സൗദി അറേബ്യ, അബുദാബി, ഈ 3 നിന്നും നമുക്ക് വ്യൂസ് ഉണ്ട്. അതായത് ഒരുപാടൊന്നുമില്ല, പറഞ്ഞുതരാം. ദുബായിൽ നിന്ന് 24 വ്യൂസ്, സൗദിയിൽ നിന്ന് 15 വ്യൂസ്, അബുദാബിയിൽ നിന്ന് 14 വ്യൂസ്. ബട്ട് താങ്ക് യു ഗൈസ്, കാരണം ഇതിപ്പോ ഒരു പാൻ ഇന്ത്യ അല്ല, വേൾഡ് വൈഡ് ചാനലായി ഇപ്പൊ. താങ്ക് യു ഗൈസ്. ഇത് നിങ്ങൾ ഈ കണ്ടവർ വീണ്ടും കാണോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല, ബട്ട് ഇത് കണ്ടവർക്ക് താങ്ക്സ്. നിങ്ങളിത് പിന്നീട് എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ താങ്ക്സ്, നിങ്ങളത് കണ്ടിരുന്നതിന്. നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിട്ടുള്ളത് കൊച്ചിയിൽ നിന്നാണ്. താങ്ക്സ് കൊച്ചി, താങ്ക്സ് കൊച്ചി പീപ്പിൾസ്. ഓക്കെ, നെക്സ്റ്റ് താഴെ കിടക്കുന്നത് ട്രിവാൻഡ്രത്ത്. ഓക്കെ, പിന്നെ ഉള്ളത് കോഴിക്കോട്, അത് കഴിഞ്ഞ് തൃശ്ശൂര്, ആൻഡ് തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് വ്യൂവേഴ്സ് ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഞാൻ നോക്കിയപ്പം 25+ വ്യൂവേഴ്സ് തമിഴ്നാട്ടിൽ നിന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും കണ്ട എല്ലാവർക്കും താങ്ക്സ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇനി ബെറ്റർ ആക്കാൻ ശ്രമിക്കാം, ഇനി എൻഗേജിങ് ആക്കാൻ ശ്രമിക്കാം. ആക്ച്വലി എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ ഇത് വ്ളോഗ് ചെയ്തൊരു വീഡിയോ, ബട്ട് അത് ക്യാമറ ശരിയല്ല. കാരണം ഈ ട്രൈപോഡ് വാങ്ങിച്ച് ഫസ്റ്റ് എടുത്ത വീഡിയോ അത് എനിക്ക് ക്യാമറ ശരിയല്ല. കാരണം എൻ്റെ ഇവിടെ നിന്ന് ഇത്രയും ഭാഗമൊക്കെയാണ് ആ വിഷ്വൽസിലൊക്കെ കിട്ടിയിട്ടുള്ളത്. കാരണം അന്ന് അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. അപ്പൊ എനിക്ക് ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല, ആരെങ്കിലും തലയിലൊക്കെ തട്ടും. അത് ഫസ്റ്റ് ഞാൻ കുറച്ചു നേരം പൊക്കി പിടിച്ചപ്പോൾ ആരെങ്കിലും തലയിലൊക്കെ തട്ടും. അങ്ങനെ നല്ല ന്യൂ ഇയറിന്റെ വീഡിയോ. പക്ഷെ അതിൻ്റെ അകത്ത് എനിക്കത് ഇടണമെന്നുണ്ട്. മിക്കവാറും ഞാൻ അത് എഡിറ്റ് ചെയ്തിടാം, എന്നെ കണ്ട് പറ്റുന്ന പോലെ നന്നായിട്ട് ഞാൻ അത് എഡിറ്റ് ചെയ്തിടാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇത്ര നേരം കണ്ടിരുന്നവർക്ക് താങ്ക്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നോർമലി ഒരു വ്ളോഗ് പോലെയല്ല. ഇത് ഞാൻ നോർമലി രാവിലെ ഇങ്ങനെ ചാനലിനെ കുറിച്ചൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ അതിൻ്റെ അകത്തുള്ള കമന്റ്സ് ഞാൻ ഓൾറെഡി നോക്കി വെച്ചിരുന്നു. കാരണം 10ാമത്തെ വീഡിയോ എനിക്ക് ഇങ്ങനെ ഒരു കമന്റ് റീഡിങ് വീഡിയോ ഇടണം, പിന്നെ ഈ ചലഞ്ചിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയണം എന്നുള്ളൊരു അപ്ഡേറ്റ് വീഡിയോ അത് ഞാൻ ഓൾറെഡി നോക്കി വെച്ചിരുന്നു. മിക്കവാറും ഇനി അടുത്ത 20ാമത്തെ വീഡിയോയും ഇതേപോലത്തെ ഒരു വീഡിയോ ആയിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം വീണ്ടും പറയാണ്, ഇത് കണ്ടിരുന്നവർക്ക് താങ്ക്സ്. ഇനിയും ഞാൻ ബെറ്റർ ആക്കാൻ ശ്രമിക്കാം, ഇനിയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിപ്പോൾ ഒരു 43 സബ്സ്ക്രൈബേഴ്സായി. 50 സബ്സ്ക്രൈബേഴ്സിലോട്ട് വരെ വെറും 7 സബ്സ്ക്രൈബേഴ്സും കൂടെ ഉള്ളൂ. അതും കൂടെ ആയാൽ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ചലഞ്ച് സ്റ്റാർട്ട് ചെയ്താൽ അത് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ലൈവ് ചലഞ്ച് കാണും. ഇതാണ് അബി ബ്ലോഗ്സിന്റെ സിമ്പിൾ. ഞാൻ ഇടയ്ക്ക് ഇടാൻ മറന്നു, കഴിഞ്ഞൊരു വീഡിയോയിലൊന്നും ഞാൻ ഇടാൻ മറന്നു. I'm